സൂറത്തുൽ ബുറൂജിന്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇൻഷാ അല്ലാഹ് വിശദീകരണം കാണാൻ പോകുന്നത്. പരിശുദ്ധ ഖുർആൻ അതിന്റെ ആശയം മനസ്സിലാക്കി പാരായണം ചെയ്യാൻ സഹായകമാകുന്ന രീതിയിൽ ആണ് വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. സ്ക്രീനിൽ നമുക്ക് ആ ഭാഗങ്ങൾ കാണാം. അതിന്റെ അർത്ഥവും ഹ്രസ്വമായ വിശദീകരണവും നമുക്ക് കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. വമാ നഖമൂ, ആ ശത്രുക്കൾ ശിക്ഷിച്ചിട്ടില്ല, മിൻഹും സത്യവിശ്വാസികളെ, ഇല്ലാ അൻ യുഅ്മിനൂ, അവർ വിശ്വസിച്ചതിന്റെ പേരിലല്ലാതെ, ബില്ലാഹി അല്ലാഹുവിൽ, അൽ അസീസ് പ്രതാപിയും, അൽ ഹമീദ് സ്തുതിക്കപ്പെടുന്നവനുമായ, അല്ലദീ ലഹു മുൽക്കുസ് സമാവാത്ത്, എങ്ങനെയുള്ള റബ്ബാണ്? ലഹു, ആ റബ്ബിന്, ആ അള്ളാഹുവിന് ഉള്ളതാണ് മുൽക്കുസ് സമാവാത്തി വൽ അർളി, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധികാരം. മുൽക്ക് അധികാരം, സമാവാത്ത് ആകാശം, അർള് ഭൂമി. വല്ലാഹു, അല്ലാഹു അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളുടെ പേരിലും എല്ലാ വസ്തുക്കളുടെ പേരിലും ഷഹീദ്, സാക്ഷിയാണ്. അള്ളാഹു എല്ലാം കൃത്യമായി അറിയുന്നവനാണ്. എന്നാൽ ഇന്നല്ലദീന ഫതനു, നാശമുണ്ടാക്കിയവർ, കുഴപ്പമുണ്ടാക്കിയവർ, അൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്ക്, വൽ മുഅ്മിനീൻ, സത്യവിശ്വാസിനികൾക്കും സത്യവിശ്വാസികൾക്കും കുഴപ്പം സൃഷ്ടിച്ചവർ, തുമ്മലം യതൂബു, എന്നിട്ട് തൗബ ചെയ്യാത്തവർ, ഫലഹും അദാബു ജഹന്നം, അവർക്ക് നരകശിക്ഷയുണ്ട്, വലഹും അദാബുൽ ഹരീഖ്, അവർക്ക് കരിച്ചു കളയുന്ന ശിക്ഷയുണ്ട്. ഹറഖുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസിനികളെ അവർ കരിച്ചിരിക്കുന്നു. എന്നാൽ ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ചവർ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തവർ, ലഹും ജന്നാത്തുൻ, അവർക്ക് സ്വർഗങ്ങളുണ്ട്, തോട്ടങ്ങളുണ്ട്, തജ്രി, ഒഴുകുന്നു, മിൻ തഹ്തിഹ, അതിന്റെ തായിലൂടെ, തഹ്ത് താഴെ, ഹ, ആ അവകളുടെ, ആ തോട്ടങ്ങളുടെ തായ്വാരങ്ങളിലൂടെ ഒഴുകുന്നു, അൽ അൻഹ, നദികൾ. അപ്പൊ വലിയ അലങ്കാരപൂർണമായ തോട്ടങ്ങളും എല്ലാം അവർക്കുണ്ട്. ദാലിക്കൽ ഫൗസുൽ കബീർ, ദാലിക്ക, അത്, അൽ ഫൗസ് വിജയമാണ്, അൽ കബീർ വലിയ വിജയമാണ്. അപ്പോ സത്യവിശ്വാസിയാവുക എന്ന് പറയുന്നത് വലിയ സൗഭാഗ്യമാണ്. ഇവിടെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും പരലോകത്ത് വലിയ നേട്ടങ്ങളുണ്ടാകും. ഇന്ന ബത്തുഷ റബ്ബിക ലശദീദ്, തീർച്ചയായും ബത്തുഷ്, അള്ളാഹുവിന്റെ പിടികൂടൽ, റബ്ബിക്ക, റബ്ബിന്റെ, തങ്ങളുടെ റബ്ബിന്റെ പിടികൂടൽ, ലശദീദ്, അത് ശക്തമാണ്. ഇവിടെ സത്യവിശ്വാസികൾക്കെതിരെ പ്രവർത്തിച്ചവരെയൊക്കെ പരലോകത്ത് പിടികൂടും. ഇന്നഹു ഹുവ യുബ്ദിഉ വ യുഈദ്, തീർച്ചയായും അല്ലാഹു, ഹുവ അവൻ, യുബ്ദിഉ വ യുഈദ്, അവൻ തുടക്കത്തിൽ സൃഷ്ടിച്ചവനാണെന്ന് മാത്രമല്ല, തിരിച്ച് രണ്ടാമത് ആ സൃഷ്ടി ലോകത്തേക്ക് തന്നെ മനുഷ്യനെ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ്. ഒന്നും ഇല്ലാത്ത ഇടത്ത് നിന്ന് സൃഷ്ടിച്ചതാണ്. യുബ്ദി, അബ്ദ, യുബ്ദി, തുടങ്ങുക. അപ്പോ ഇല്ലായ്മയിൽ നിന്നാണ് അവിടെ സൃഷ്ടിച്ചത്. രണ്ടാമത്തത്, അതിനെ മരണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുവരിക. അതാണ് ആദ യുഈദ്, മടക്കുക. അനദാലിക ഇന്നല്ലാഹ അബ്ദാ ഖൽഖഹു, അല്ലാഹു ആ സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ ഉള്ള സൃഷ്ടിപ്പ് നടത്തി. ഫഹുവ യബ്തദി ബിമാന യുഹ്ദിസു ഖൽഖഹു ഇബ്തിദാഅൻ, ഒന്നാമത്തെ സൃഷ്ടിപ്പ് അത് എന്താണ്? ഇല്ലായ്മയിൽ നിന്നുള്ള സൃഷ്ടിപ്പാണ്. സുമ്മ യുമീതുഹും, പിന്നെ അവർ മരിക്കുന്നു, എന്നിട്ട് അങ്ങനെ ആ മണ്ണിനോട് ചേരുന്നു, സാധാരണ മനുഷ്യന്മാരാകുമ്പോ അതങ്ങനെ പലതായി മാറുന്നു. അതിനുശേഷം വീണ്ടും ആ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. സുമ്മ യുഈദുഹും, പിന്നെ അവരെ മടക്കിക്കൊണ്ടുവരുന്ന ഹയ്യാഅൻ, ജീവനുള്ളവരായിട്ട്, ബഅദ മമാതിഹിം, മരണശേഷം, കഹൈഅതിഹിം, അവരുടെ രൂപത്തിൽ തന്നെ, ഖബല മമാതിഹിം, മരണത്തിന് മുമ്പുള്ള അവരുടെ അതേ രൂപത്തിൽ അവരെ തിരിച്ചു കൊണ്ടുവരും. വഹുവൽ ഗഫൂറുൽ വദൂദ്, വഹുവ, അല്ലാഹു, അൽ ഗഫൂർ പൊറുക്കുന്നവനാണ്, അൽ വദൂദ് സ്നേഹമുള്ളവനാണ്, ദുൽ അർശിൽ മജീദ് അർശിന്റെ അധിപനാണ്, അൽ മജീദ് പ്രതാപമുള്ള, അത്യുന്നതമായ, ഫഅലുൽ ലിമാ യുരീദ്, ഫഅലുൻ എല്ലാം പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ്, ലിമാ യുരീദ് അവൻ തീരുമാനിക്കുന്നതൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ്. ഹൽ അതാക ഹദീസുൽ ജുനൂദ്,
ഹൽ അതാക അങ്ങേക്ക് ലഭിച്ചിട്ടില്ലേ ഹദീസ് വാർത്ത, അൽ ജുനൂദ് സൈന്യങ്ങളുടെ വാർത്ത ലഭിച്ചിട്ടില്ലേ? അതിന്റെ അർത്ഥം തഫ്സീർ. ഇത് തുബരി ഇമാമിന്റെ തഫ്സീറിന്റെ ഉദ്ധരണികളാണ് സ്ക്രീനിൽ ഇപ്പൊ തരുന്നത്. ഹൽ ജാഅക യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ അങ്ങേക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ഹദീസുൽ ജുനൂദ് സൈന്യങ്ങളുടെ വിവരം. അല്ലദീന തജന്നദു അവർ സംഘടിച്ചിരിക്കുന്നു അലല്ലാഹി വ റസൂലിഹി അള്ളാഹുവിനും അവന്റെ ദൂതനുമെതിരെ, ബി അദാഹും അവരുടെ പ്രയാസങ്ങൾ ഇറക്കി വിട്ടിട്ട്, വ മക്രൂഹിഹിം അവരുടെ പലതരം ദുഷിച്ച പ്രവർത്തനങ്ങൾ മുന്നിൽ കാഴ്ചവെച്ചിട്ട്, യഖൂലു ഖദ് അതാക ദാലിക വ അലിംതഹു നിങ്ങൾക്ക് ആ വിവരങ്ങളൊക്കെ നമ്മൾ തന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഹൽ അതാക ഹദീസുൽ ജുനൂദ് എന്ന് പറയുമ്പോൾ ആ മുൻകാല വിവരങ്ങളൊക്കെ അങ്ങേക്ക് നൽകിയതാണല്ലോ നബിയെ. ഫസ്ബിർ അതുകൊണ്ട് ഫസ്ബിർ അങ്ങേ ക്ഷമിക്കുക, അതാ കൗമിക്ക ഈ സമൂഹം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടിനൊക്കെ ക്ഷമിക്കുക, ഇയാക്ക അങ്ങയെ ബുദ്ധിമുട്ടിക്കുന്നതിന് ക്ഷമിക്കുക. ലിമാനാലൂക ബിഹി മിൻ മക്രൂഹിൻ ലിമാനാലൂക അങ്ങേക്ക് അവര് കൊണ്ടുവന്ന് അനുഭവിപ്പിക്കുന്നു, മിൻ മക്രൂഹിൻ പ്രയാസങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ അവർ ക്ഷമിക്കണം നബിയെ. കമാ സബറല്ലദീന തജന്നദ ഹഉലാഇൽ ജുനൂദു അലൈഹിം മിൻ റുസുലി ആ മുൻകാലത്തെ അംബിയ മുർസലുകളൊക്കെ ക്ഷമിച്ചതുപോലെ അങ്ങ് ക്ഷമിക്കണേ എന്ന് പറയാണ്. കമാ സബറ ക്ഷമിച്ചതുപോലെ, അല്ലദീന ഒരു കൂട്ടർ, തജന്നദ ഹഉലാഇൽ ജുനൂദ് ആ സൈന്യങ്ങൾ അവർക്കെതിരെ സംഘടിച്ചു, അലൈഹിം അവർക്കെതിരെ സംഘടിച്ചു, മിൻ റുസുലി നമ്മുടെ മുർസലീങ്ങൾക്കെതിരെ. അപ്പൊ അവര് ക്ഷമിച്ചതാണ്. വലാ യുസ്നീക അൻ തബ്ലീഗിഹിം റിസാലത്തി വലാ യുസ്നീക അൻ തബ്ലീഗിഹിം റിസാലത്തി അങ്ങേ എന്റെ ഈ സന്ദേശം അവർക്ക് എത്തിക്കുന്നതിന് അങ്ങേക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പ്രയാസവും ഉണ്ടാകാൻ പോകുന്നില്ല. കമാ ലം യുസ്നില്ലദീന അർസലു ഇലാ ഹഉലാഇ അവര് യുസ്നീക എന്ന് പറഞ്ഞാൽ അങ്ങയെ അംഗീകരിക്കാൻ പോകുന്നില്ല. അങ്ങ് ഇതൊക്കെ എത്തിച്ചു കൊടുത്താലും അംഗീകരിക്കുകയോ സ്തുതിക്കുകയോ അതൊന്നും ചെയ്യാൻ പോകുന്നില്ല. കമാലം യുസ്നില്ലദീന അർസലു ഇലാ ഹഉലാഇ ആ കൂട്ടർക്ക് നമ്മൾ മുർസലുകൾ അയച്ചപ്പോഴും അവർ അംഗീകരിക്കുകയല്ലേ ചെയ്തത്, ആക്ഷേപിക്കുകയും കുഴപ്പമുണ്ടാക്കുകയും ഉപദ്രവിക്കുക ചെയ്തത്. ഫഇന്ന ആഖിബത മൻ ലം യുസദ്ദിഖക തീർച്ചയായും അങ്ങേ അംഗീകരിക്കാത്തവരുടെ അവസാനം, വയുമിൻ ബിക മിൻഹും അവരെ കൂട്ടത്തിൽ നിന്ന് അങ്ങയെ വിശ്വസിക്കുകയൊന്നും ചെയ്യാത്ത അവരുടെ പര്യവസാനം, ഇലാ തുബിൻ വ ഹലാക്കിൻ അത് വലിയ നാശമാണ്. കല്ലദീ കാന മിൻ ഹഉലാഇൽ ജുനൂദ് ആ സൈന്യങ്ങൾക്കൊക്കെ സംഭവിച്ചതുപോലെ തന്നെയാണ്. എപ്പോഴും അംബിയ മുർസലുകളുടെ പാത പിന്തുടർന്ന് പ്രവർത്തിക്കുന്നവരും ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. സത്യങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ പറയുമ്പോൾ പലപ്പോഴും ഈ സമീപനം ഉണ്ടാകും. അധികാരമുള്ളവർ അധികാരം ഉപയോഗിക്കും, കയ്യൂക്കുള്ളവർ കയ്യൂക്ക് ഉപയോഗിക്കും, അതുപോലെ പ്രശസ്തിയുള്ളവർ പ്രശസ്തി ഉപയോഗിക്കും. ഇങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ നേരിടും. ഉപദ്രവങ്ങൾ നേരിടുന്ന സമയത്ത് കൂടെ ആളില്ല എന്ന് കരുതി സങ്കടപ്പെടുകയൊന്നും ചെയ്യാതെ വീണ്ടും നല്ല സുമനസ്സോടെ നല്ല മനസ്സോടെ വീണ്ടും അള്ളാഹുവിന്റെ പൊരുത്തം കരുതി വീണ്ടും വീണ്ടും പ്രവർത്തിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, സമൂഹത്തിന് നേട്ടം ഉണ്ടാകാൻ വേണ്ടി പ്രവർത്തിക്കുക. വിവരമില്ലാത്തവർ, ഈ ബോധമില്ലാത്തവർ, ഭാഗ്യമില്ലാത്തവർ അവർ പലപ്പോഴും ഉപദ്രവിച്ചെന്നിരിക്കും, തെറ്റിദ്ധരിച്ചെന്നിരിക്കും, ആക്ഷേപം ഉന്നയിച്ചെന്നിരിക്കും, ആരോപണം ഉന്നയിച്ചെന്നിരിക്കും. പക്ഷെ അതിന്റെ പേരിലൊന്നും തകർന്നു പോകാതെ വീണ്ടും വീണ്ടും പ്രവർത്തിക്കുക, വീണ്ടും വീണ്ടും നല്ല കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങുക. ആ കഴിഞ്ഞ കാലത്തെ സമൂഹങ്ങൾ ഒരുപാട് ചരിത്രമില്ലേ? ഫിർഔന വ സമൂദ് ഫിർഔനിന്റെ കൂട്ടരുടെ ചരിത്രം അറിയില്ലേ? സമൂദ് സമൂഹത്തിന്റെ ചരിത്രം അറിയില്ലേ? ഫിർഔന് അധികാരം ഉപയോഗിച്ചു, അക്രമം ഉന്നയിച്ചു. ആ സമൂദ് അവരുടെ കയ്യൂക്ക് ഉപയോഗിച്ചു, അക്രമം ഉന്നയിച്ചു. ബലില്ലദീന കഫറൂ ഫീ തക്ദീബ് അവിടെയൊക്കെ അവിശ്വസിച്ചവർ അവരുടെ അവിശ്വാസത്തിൽ അവർ ഉറച്ചു നിൽക്കും. വല്ലാഹു മിൻ വറാഇഹിം മുഹീത്ത് എന്നാൽ ഇവരുടെയൊക്കെ പിന്നിൽ അള്ളാഹു എല്ലാം അറിയുന്നവനായി പിന്നിലുണ്ട്. സതുദ്ദേശവും ലക്ഷ്യവും എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്ന റബ്ബ് പിന്നിലുണ്ട്. ബി അഅമാലിഹിം മുഹ്സുല്ലഹ അതിനൊക്കെ അറുതി വരുത്താൻ റബ്ബ് ഉണ്ട്. ലാ യഖ്ഫ അലൈഹി മിൻഹാ ശൈഉൻ അള്ളാഹുവിനൊന്നും അവ്യക്തമല്ല. വഹുവ മുജാസിഹിം അലാ ജമീഇഹ എല്ലാറ്റിനും പ്രതിഫലം കൊടുക്കും റബ്ബ്. ബൽ ഹുവ ഖുർആനും
മജീദ്. ഈ പ്രസ്താവനകളൊക്കെ ബൽ എന്ന് മാത്രമല്ല ഹുവ, ഈ പ്രസ്താവനകൾ ഖുർആൻ, അത് ഖുർആനാണ്, ദൈവീക ഗ്രന്ഥമാണ്. മജീദ്, എല്ലാ പ്രതാപമുള്ള ഗ്രന്ഥമാണ്, അതിന് തിരുത്തില്ല, അത് തീരുമാനമാണ്. ഫീ ലൗഹിൻ മഹ്ഫൂദ്, അത് ലൗഹു മഹ്ഫൂദില്, ലൗഹു മഹ്ഫൂദ് ഒരു മാറ്റവും വരുത്താതെ, തിരുത്തലൊന്നും വരുത്താതെ സുഭദ്രമാണ്. മഹ്ഫൂദും മിനത്ത് തഗ്യീർ, മാറ്റം വരുത്താതെ, തബ്ദീൽ, മാറ്റങ്ങൾ തിരുത്തലുകൾ ഇല്ലാതെ. ഫീ ലൗഹിൻ, ലൗഹിൻ എന്ന് പറഞ്ഞാൽ ലൗഹു മഹ്ഫൂദ്. യഖൂൽ തആല ഹുവ ഖുർആനുൻ കരീമുൻ മുസ്ബത്തുൻ ഫീ ലൗഹി മഹ്ഫൂദ്. ഒരിക്കലും അള്ളാഹുവിന്റെ ഈ തീരുമാനങ്ങൾ നടക്കാതെ പോകുന്നില്ല, അതിൽ യാതൊരു വിധത്തിലുള്ള ആശങ്കയും ആവശ്യമില്ല. ധൈര്യസമേതം നന്മയുടെ വഴിയിൽ മുന്നോട്ട് പോവുക, അതാണ് ഈ ആശയങ്ങൾ. അള്ളാഹു ഇതൊക്കെ പാരായണം ചെയ്യാനും ആശയം മനസ്സിലാക്കാനൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. നിരന്തരം പഠനത്തിന് വിധേയമാക്കുക, സുഹൃത്തുക്കൾക്കൊക്കെ പ്രോത്സാഹനം പഠിക്കാൻ വേണ്ടി നൽകുക. അള്ളാഹു ഇത് ഉൾക്കൊള്ളാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.